പൂരമെന്ന വികാരം സംസ്കാരത്തിന്റെയും ഭാഷാപ്രയോഗത്തിന്റെയും കൂടി ഭാഗമായി മാറിയ ഒരു ജനതയാണ് തൃശൂരിലേത്. പൂരങ്ങളുടെ നാടെന്ന വിശേഷത്തിന് അർഹമായ ഒരു ജനതയുടെ നിത്യോപയോഗ പ്രയോഗങ്ങളിൽ പോലും പൂരം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. രണ്ട് തൃശൂർക്കാർ ഒത്തുകൂടി 5 മിനിറ്റ് സംസാരിച്ചാൽ മതി. പൂരം ഉപമയായും ഉൽപ്രേക്ഷയായും പഴഞ്ചൊല്ലായുമെല്ലാം അറിയാതെ കടന്നുവരും. തേക്കിൻകാട് മൈതാനം തൃശൂർക്കാർക്ക് പൂരപ്പറമ്പാണ്. എന്തുട്ടാ പൂരം എന്ന പ്രയോഗം കൊണ്ടാകും തൃശൂർക്കാരൻ അതിശയോക്തിയെ മിക്കപ്പോഴും അടയാളപ്പെടുത്തുക. ജാതിപ്പൂരഷ്ട എന്ന പ്രയോഗത്തിന് സാഹചര്യത്തിനനുസരിച്ചും പ്രയോഗത്തിന്റെ രീതിയനുസരിച്ചും അർത്ഥം മാറി മാറി വരും. ഇത് നല്ല പൂരായി എന്ന് പറഞ്ഞാൽ തൃശൂർക്കാരനെ പെട്ടെന്ന് സംഭവം പിടികിട്ടും. ഇങ്ങനെ പൂരവുമായി ബന്ധപ്പെട്ട ഭാഷാ നിഘണ്ടു പ്രയോഗത്തിൽ കൊണ്ടു നടക്കുന്നവരാണ് തൃശൂർക്കാർ. ഗർഭം കലക്കി എന്ന പ്രയോഗം മറ്റു ജില്ലക്കാരനെ പെട്ടെന്ന് പിടികിട്ടിയെന്ന് വരില്ല. ഇതിലും വലുത് വരാൻ പോകുന്നതെന്ന സാഹചര്യത്തെ തൃശൂർക്കാരൻ വിശേഷിപ്പിക്കുക ഇത് വെറും സാമ്പിള് എന്ന രീതിയിലാണ്. കൂട്ടപ്പൊരിച്ചിലും കൊട്ടിക്കലാശവുമെല്ലാം പൂരത്തിൽ നിന്നും കുടിയേറ്റം ലഭിച്ച പ്രയോഗം തന്നെ. വെറുതെ കറങ്ങിത്തിരിയുന്നവനെ വിശേഷിപ്പിക്കാൻ പട്ടി പൂരം കണ്ട പോലെ എന്ന ശൈലിയും കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ടെന്ന പഴമൊഴിയുമെല്ലാം പൂരനാടിന്റെ സംഭാവനയാകാനാണ് സാധ്യത. യാത്രക്കിടെ ഒരു ആൾക്കൂട്ടം കണ്ടാൽ എന്തുട്ട് പൂര ഇവിടെ എന്ന് ചോദിച്ച് ഇറങ്ങിച്ചെല്ലുന്ന തൃശൂർക്കാരൻ സ്ഥിരം കാഴ്ചയാണ്. തോറ്റു തൊപ്പിയിട്ടാൽ അത്തരം സാഹചര്യങ്ങളിൽ നിലമിട്ട് പൊട്ടണ പോലെ പൊട്ടിയിട്ടാ എന്ന് പറയാൻ തൃശൂർക്കാരൻ മടികാട്ടാറില്ല. ഉദ്ദേശിച്ച പോലെ കാര്യം നടക്കാതെ വന്നാൽ സംഭവം ചീറ്റി എന്നേ തൃശൂർക്കാരൻ പറയൂ. അവൻ ജാതി ഗുണ്ടാട്ടാ എന്ന് ബഡായി പറയുന്നവനെ നോക്കിയും ചുള്ളൻ ജാതി തലയെടുപ്പാട്ടാ എന്ന് യോഗ്യനായ ഒരാളെ നോക്കിയും പറയാൻ മടികാട്ടാത്തവരുടെ നാടുകൂടിയാണിത്. തൃശൂർ പൂരമെന്നത് ശക്തന്റെ നാടിനെ എന്തിനും ഏതിനും കൂട്ടുപിടിക്കാനുള്ള മഹത്തായ പൈതൃകം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് തൃശൂർക്കാരനെ പൂരത്തെ കൂട്ടുപിടിച്ചുള്ള സ്വന്തമായ ഒരു ഭാഷാ നിഘണ്ടു കൈവശമുള്ളത്.